ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഉർവശി ഇനി ഒന്നും സംസാരിക്കണ്ട. പല തവണയായിട്ട് ഞാൻ ഉർവശിക്ക് താക്കീത് തരിക, കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയരുതെന്നും. ഏട്ടത്തി, ഞാൻ പറഞ്ഞതും കണ്ടതും സത്യ. പ്രിയങ്കയുടെ തടസ്സം ഒഴിഞ്ഞു കിട്ടിയപ്പോ രണ്ടെണ്ണം കൂടി ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒന്ന് നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത്? ആരെ കുറിച്ച് എന്ത് അപവാദവും പറയണം, എന്നിട്ട് പറഞ്ഞു ജയിക്കണം. ഇത്തരത്തിലാണ് നിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ ദേ എനിക്കിത് വരുണിന്റെ അച്ഛനോട് പറയേണ്ടി വരും. അതിന്റെ പേരില് നിങ്ങൾ കണിമംഗലത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന ചന്ദ്രശേഖരനായാലും ഉർവശി ആയാലും ഒരു പരാതി പറഞ്ഞ ഞാനോ അമ്മയോ കേൾക്കില്ല. നടക്കട്ടെ. പക്ഷേ ഞാനീ പറഞ്ഞതേ ഏട്ടത്തി മനസ്സിൽ കുറിച്ചു വെച്ചു. കാണാനുള്ളത് ദൈവം ഏട്ടത്തിയുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു തരും. അന്ന് നീ പറഞ്ഞത് ഏട്ടത്തി തിരുത്തുകയും ചെയ്യും. രാധികെ, ഉർവശി പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവരുത്. അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സത്യ. എനിക്ക് നിന്നെ അവിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. വരുൺ, നീ വിവാഹിതനാ. നിന്റെ ഭാര്യ പ്രിയങ്ക ഇപ്പൊ ജയിലില്ല. അവള് തിരിച്ചു വരും. അവൾ അവസാനം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അരുതാത്ത ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാൻ ഇടവരുത്തരുത്. എന്തൊരു കഷ്ടം മുത്തശ്ശി, ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കാന്ന് പറഞ്ഞ. പോട്ടടാ, മുമ്പയ്ക്ക് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും കണിമംഗലത്ത് നിന്ന് നീ പുറത്തു പോവില്ല. പിന്നെ ഉർവശി പറഞ്ഞ കാര്യം എല്ലാം മുത്തശ്ശിക്ക് അറിയാൻ മോളെ. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മുത്തശ്ശി ഒന്നിപ്പിക്കും. അത് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനം.